കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് നൽകി മാസപ്പടി കേസിലെ പ്രാഥമിക പരിശോധന പൂർത്തിയായ സാഹചര്യത്തിൽ സാമ്പത്തിക ഇടപാട് രേഖകളുമായി കമ്പനി പ്രതിനിധികൾ ഇന്ന് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാണ് ഇഡിയുടെ നിർദ്ദേശം. ഉദ്യോഗസ്ഥർ ഹാജരാകുമെന്ന് തന്നെയാണ് സൂചന. ഇവർ ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന് നൽകിയ പഴയ മൊഴിയിൽ ഉറച്ചുനിന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് വമ്പൻ പ്രതിസന്ധിയിലാകും. എക്സാലോജിക്കലും CMRLനും തമ്മിലുള്ള ദുരൂഹമായ ഇടപാടുകളിൽ ഇഡി കേസെടുത്തിരുന്നു. അന്വേഷണത്തിന് തുടക്കമിട്ടുള്ള ആദ്യ നടപടിയാണിത്. വീണ വിജയനെതിരെയും സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉടൻ വിളിപ്പിക്കും. CMRLൽ നിന്നും പണം കൈപ്പറ്റിയിരിക്കുന്നവരെയും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതുണ്ടാകുമെന്നാണ് സൂചന. കരിമണൽ കർത്തയുടെ നിയന്ത്രണത്തിലുള്ളതാണ് CMRL. അവർ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അംഗീകരിക്കുകയും പിഴത്തുക അടയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കർത്ത ഈ കേസിലെടുക്കുന്ന നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL മാസപ്പടി നൽകിയെന്നാണ് ആരോപണം. ആദായനികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ സാഹചര്യ ഇടപാടുകൾ പുറത്തുവന്നത്. സംഭവത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇഡി കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയെ അംഗീകരിച്ച കർത്തയുടെ കമ്പനിക്ക് ഇനി അത് നിഷേധിക്കാനാകില്ലെന്നാണ് വിലയിരുത്തൽ. അതുണ്ടായാൽ അവർ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടേണ്ടി വരും. CMRL ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് രേഖകൾ സഹിതം ഹാജരാകാനാണ് നിർദ്ദേശം. ഇരു കമ്പനികളും തമ്മിലുള്ള സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന കണ്ടെത്തലിലാണ് ഇഡി അന്വേഷണം നടക്കുന്നത്. എക്സാലോജിക്ക് എന്ത് സേവനമാണ് CMRLന് നൽകിയതെന്ന് ഇരു കമ്പനികളും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. സേവനത്തിനല്ലെങ്കിൽ എന്തിനാണ് ഇരു കമ്പനികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നതിലാണ് ഇഡി വ്യക്തത തേടുക. ഇരു കമ്പനികളും തമ്മിൽ നടന്ന 1.72 കോടി രൂപയുടെ ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച് CMRL പ്രതിനിധികളിൽ നിന്ന് മൊഴി ശേഖരിക്കുകയായിരിക്കും ആദ്യപടി. CMRL 2013-14 സാമ്പത്തിക വർഷം മുതൽ 2019-20 സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ 135 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതിൽ 95 കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച വിശദീകരണവും ഇഡി തേടും. ഇതിനുശേഷം CMRL MD ശശിധരൻ കർത്ത, കമ്പനിയുടെ ഡയറക്ടർമാർ എന്നിവരിൽ നിന്നും മൊഴിയെടുക്കും. കർത്തയുടെ വിശദീകരണം അതിനിർണായകമായിരിക്കും.